ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ മേക്കപ്പ് മാൻ രഞ്ജിത്ത് ഗോപിനാഥിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. അട്ടഹാസം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ പോയി വരുന്നതിനിടയിലാണ് രഞ്ജിത്ത് പിടിയിലായത്. വിവരങ്ങളുമായി പി എ സാഗർ ചേരുന്നു. സാഗർ, ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് ഈ RG വയനാടൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഇയാൾ പിടിയിലായത്. ഈ കയ്യിലെ കഞ്ചാവിന്റെ അളവിന്റെ അടിസ്ഥാനത്തിലാണോ പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടിയത്? ഇനി ഇത് ഒരാൾ മാത്രമല്ല എന്ന് പോലീസിനും അറിവുണ്ടല്ലോ. അപ്പോൾ ഏത് രീതിയിലാണ് ഈ മേഖലയിൽ കൂടുതൽ അന്വേഷണം വ്യാപകമാക്കുന്നത്? ശ്രീജ, ഇന്നലെ ആയിരുന്നു ഇത്തരത്തിലൊരു പരിശോധന ഇടുക്കിയിൽ നടന്നത്. കാരണം ഇടുക്കിയിൽ വ്യാപകമായ തോതിൽ ലഹരി വസ്തുക്കൾ എത്തുന്നു, കഞ്ചാവ് എത്തുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസും പോലീസും സംയുക്തമായി പരിശോധന നടത്തിയത്. ഈ പരിശോധനയ്ക്കിടെയാണ് വാഗമൺ റോഡിൽ നടത്തിയ പരിശോധനയിലാണ് ഈ സിനിമ മേക്കപ്പ് മാനിൽ നിന്നും കഞ്ചാവ് പിടികൂടിയത്. കൂടിയ ഇനം, അതായത് ഹൈബ്രിഡ് കഞ്ചാവാണ് ഈ മേക്കപ്പ് മാനിൽ നിന്നും പിടികൂടിയത്. ഇയാൾ പ്രമുഖമായ സിനിമയിലെ ഒട്ടേറെ സിനിമകൾക്ക് മേക്കപ്പ് നിർവഹിച്ചിട്ടുള്ള ആളാണ്. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലും കഞ്ചാവ് ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. ഇന്നലെ പിടിച്ച കഞ്ചാവിന്റെ അളവ് കുറഞ്ഞതിനാലാണ് ഇയാൾക്ക് സ്റ്റേഷൻ ജാമ്യം എക്സൈസ് അധികൃതർ നൽകിയത്. ഇയാൾ 3 വർഷമായി കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കഞ്ചാവ് ഇയാൾ വാങ്ങിയത് കൊച്ചി സ്വദേശിയിൽ നിന്നാണ്. 10,000 രൂപ നൽകിയാണ് ഇയാൾ 50 ഗ്രാം കഞ്ചാവ് വാങ്ങിയത്. ഈ കഞ്ചാവ് വാങ്ങിയതിനു ശേഷം ഇതിൽ നിന്ന് അല്പം ഉപയോഗിക്കുകയും ബാക്കി കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇയാൾ ഇടുക്കിയിലേക്ക് വന്നത്. അട്ടഹാസം എന്ന സിനിമയുടെ ലൊക്കേഷനിലേക്ക് പോകുന്നതിനിടയിലാണ് ഇയാൾ എക്സൈസിന്റെ പിടിയിലായത്. ഈ പിടിയിലായ ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർന്ന് സിനിമാ മേഖലയിൽ പ്രത്യേക അന്വേഷണം നടത്തും. ഈ അട്ടഹാസം സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന മേഖലയിൽ ഉൾപ്പെടെ, ഈ സിനിമാ സെറ്റിൽ ഉൾപ്പെടെ പരിശോധന കർശനമാക്കുമെന്നാണ് എക്സൈസ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ശ്രീജ, സാഗറാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ പിടിയിലായ മേക്കപ്പ് മാൻ RG വയനാടൻ എന്നറിയപ്പെടുന്ന രഞ്ജിത്ത് ഗോപിനാഥിനെ ഇന്നിപ്പോൾ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയാണ്.